Okay, now we are going to discuss chapter number 4 in Aristotle Poetics. Here, in this chapter, he discussed two causes of poetry's origin. എന്തൊക്കെയാണ് പോയട്രിയുടെ ഒറിജിൻ ഉണ്ടായ രണ്ട് കാരണങ്ങൾ എന്നാണ് ആര് പറയുന്നത്? അരിസ്റ്റോട്ടിൽ ഈ ഒരു ലെസണിൽ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. One is imitation, second one is harmony and rhythm. We know that imitation, humans are naturally imitative. അല്ലേ, നമുക്കറിയാം മനുഷ്യന്മാർ എന്താണ് നാച്ചുറലി ഇമിറ്റേറ്റീവ് ആണ്. നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നതായാലും എന്താ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് പഠിക്കുന്നത് നമ്മൾ. സോ imitation is an inherent human instinct setting humans apart from other animals. അത് മനുഷ്യന്മാരെയും മറ്റു ജീവികളെയും തരംതിരിച്ച് നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ്? ആസ് എ പാർട്ട് ഓഫ് ഇമിറ്റേഷൻ ആണ്. Children learn by imitating, we know that. Then harmony and rhythm. Next one is harmony and rhythm. What's harmony and rhythm? Rhythm means ഒരു ഇത് മാത്രമാണ്, ബട്ട് ഹാർമണി ഇസ് എ കോമ്പിനേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് rhythm and something. Humans have a natural inclination towards harmony and rhythm. Poetry evolved from this instinct with use of meter and rhythm as essential elements. അല്ലേ, നമുക്കൊരു പോയിട്രി അല്ലെങ്കിൽ എന്താണെങ്കിലും എന്ത് വേണം? റിതം വേണം, ഹാർമണി ഒക്കെ വേണം. നല്ലൊരു നമുക്ക് എന്തേ ഉള്ളൂ, ഒരു കേൾക്കാൻ ഒരു രസം ഉണ്ടാവുള്ളൂ സംഭവം അല്ലേ. സോ ഇംപ്രവൈസേഷൻ. ഏർലി പോയറ്റ്സ് ബിഗാൻ ക്രിയേറ്റിംഗ് പോയട്രി ത്രൂ സ്പോണ്ടേനിയസ് ഇംപ്രവൈസേഷൻ. ഇവിടെ ഇംപ്രവൈസേഷൻ അവർ ഓരോ സമയങ്ങളും മെച്ചപ്പെടുത്തി കൊണ്ടുവരാണ് ചെയ്യുന്നത് ഏർലി പോയറ്റ്സ്, which gradually developed into structured forms. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ സാധനം മെച്ചപ്പെടുത്തി കുറച്ച് കഴിഞ്ഞപ്പോഴും ഈ സാധനം എന്തായത് കുറച്ചും കൂടി ഇംപ്രവൈസ്ഡ് ആയ കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയ ഫോമാറ്റിലേക്ക് ഈ ഒരു പോയട്രി മാറിയതെന്ന് പറയുന്നുണ്ട്. അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. ദെൻ ടു ഡയറക്ഷൻസ് ഓഫ് ഇൻ ഏർലി പോയട്രി. രണ്ട് ഡയറക്ഷൻസ് ആയിരുന്നു ഏർലി പോയട്രിയിൽ ഉണ്ടായിരുന്നത്. വൺ ഈസ് നോബിൾ പോയട്രി ആൻഡ് അനദർ വൺ ഈസ് സറ്റാരിക്കൽ പോയട്രി. വാട്ട് ഈസ് നോബിൾ പോയട്രി? ഈ നോബിൾ പോയട്രിനെ പിന്നെ എന്ത് ചെയ്ത് ട്രാജഡി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ഇത് ചെയ്യുന്നതും സ്ട്രക്ചേർഡ് ആകുന്നതും, ആൻഡ് ദ സറ്റാരിക്കൽ പോയട്രി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് മാറിയത് ഏറ്റവും പ്രിക്കേഴ്സർ ഓഫ് കോമഡി ആയിട്ട് മാറുന്നത് ഈ സറ്റാരിക്കൽ പോയട്രി ആണ് കേട്ടോ. വാട്ട് ഇസ് നോബിൾ പോയട്രി? നോബിൾ പോയട്രി ഇൻ ദ സെൻസ് സീരിയസ് പോയിറ്റ്സ് ഫോക്കസ്ഡ് ഓൺ നോബിൾ ആക്ഷൻസ്. അപ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള പോയിറ്റ്സ് എന്ത് ചെയ്തു? ദർ ഫോക്കസ്ഡ് ഓൺ നോബിൾ ആക്ഷൻസ് ഓർ ഗ്രാൻഡ് ആക്ഷൻസ് ഓഫ് ഹീറോയിക് തിങ്സ്. ഓക്കെ, ഏർലി ഫോംസ് ഓഫ് ദിസ് പോയട്രി ഇൻക്ലൂഡ് hymns to God and praises of heroic individuals. അല്ലേ, ഇവർ ആ സമയത്ത് ചെയ്യുന്ന സംഭവം എന്തൊക്കെയായിരുന്നു? ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള ഹൈമൻസും. ദ നെക്സ്റ്റ് വൺ പ്രൈസസ് ഓഫ് ഹീറോയിക് ഇൻഡിവിജ്വൽസ്. ആ സമയത്തുണ്ടായിരുന്ന ഹീറോ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് ഒരു ഹീറോയ്ക്ക് ഒരു പരിവേഷം കൊടുത്തിട്ട് ഒരു എഴുതുന്ന കുറച്ച് വർക്കുകളുണ്ടായിരുന്നു. ദാറ്റ്സ് ദ മീനിങ്, ദാറ്റ്സ് കോൾഡ് നോബിൾ പോയട്രി. ദിസ് ട്രഡീഷൻ ലേറ്റർ ഇൻഫ്ലുവൻസ്ഡ് ട്രാജഡി. ഈ സാധനം എന്ത് ചെയ്ത് കുറച്ച് കഴിഞ്ഞ സമയത്ത് ട്രാജഡിയെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറയപ്പെടുന്നത്. ദ നെക്സ്റ്റ് വൺ സറ്റാരിക്കൽ പോയട്രി. വാട്ട് സറ്റാരിക്കൽ പോയട്രി? Satirical poetry is lighter poets limitated the actions of lesser individuals. നമുക്കറിയാം അത്ര ഒരു ഇതില്ലാത്ത പോയിറ്റ്സ് എന്ത് ചെയ്തു? ലൈറ്റർ പോയിറ്റ്സ് മീൻസ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ ഹയർ പോയിറ്റ്സ് അല്ലേ. കുറച്ചൊരു താഴ്ന്ന ആളുകൾ എന്ത് ചെയ്തു? ദേ ഇമിറ്റേറ്റഡ് ദ ആക്ഷൻസ് ഓഫ് ലെസർ ഇൻഡിവിജ്വൽസ് അല്ലേ. അവർ കുറച്ചും കൂടി താഴ്ന്ന ആളുകളെ ഒരു ഇതാണ് അവരെന്ത് ചെയ്ത് ഇമിറ്റേറ്റ് ചെയ്തത്. ദീസ് പോയിറ്റ്സ് ക്രിയേറ്റഡ് സറ്റാരിക്കൽ വർക്ക്സ് ദാറ്റ് മോക്ക് ഓർ റിഡിക്യൂൾഡ്. അവരെന്ത് ചെയ്തു? സറ്റാരിക്കൽ വർക്കുകൾ എഴുതി, ആൻഡ് ദാറ്റ് ഓഫൻ റിഡിക്യൂൾഡ് ഓർ മോക്ക് സംതിങ്. Okay, examples: Homer's Magitus is a satirical poem often considered a precursor to comedy. നമുക്കറിയാം ഹോമറിൻ്റെ വർക്കാണ്. വാട്ട് ഇസ് മീൻ വിച്ച് വർക്ക്? മാഗിറ്റസ് അല്ലേ. ഇറ്റ് ഇസ് എക്സാമ്പിൾ ഓഫ് എ കോമഡി. ഇറ്റ്സ് എ satirical poem that is also is a part of comedy and often considered a precursor to comedy. Then development of tragedy and comedy. How the tragedy and how the comedy developed by over time. ഇനി അടുത്ത് പറയാൻ പോകുന്നതാണ് എങ്ങനെയാണ് ഈ പോയട്രി ആയിക്കോട്ടെ കോമഡി ആയിക്കോട്ടെ ഡെവലപ്പ് ചെയ്ത് വന്നത് ഓവർ ടൈം എന്ന് പറയാൻ പോകുന്നത്. വി നോ ദ ട്രാജഡി ഒറിജിനേറ്റഡ് ഫ്രം ഡിത്രാംസ്. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഡിത്രാംസിൽ നിന്നും എന്ത് ചെയ്ത് ട്രാജഡി ഫോം ചെയ്ത് വരുന്നത്. കോറൽ സോങ്സ് പെർഫോംഡ് ഇൻ ഓണർ ഓഫ് ഡൈനീഷ്യസ്. ഡൈനീഷ്യസ് എന്ന ദേവനെ നമ്മൾ പ്രേസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനം ഡിത്രാമിക് പോയട്രി. ഇറ്റ് ഇസ് ഓൺലി എ കോറൽ ടൈപ്പ് ഓഫ് പോയട്രി. Initially a lyric form, it gradually adopted a dramatic structure including plot and structures. Initially എന്തായിരുന്നു? ഇറ്റ്സ് എ ലിറിക്കൽ ഫോം അല്ലേ. ഒരു ലയർ വെച്ച് പാടുന്ന ഒരു സാധനമായിരുന്നു എന്ത് ഡിത്രാമിക് പോയട്രി ഇനീഷ്യൽ ഫോമാറ്റ്. ബട്ട് ലേറ്റർ ഇറ്റ് ഗ്രാജുവലി അഡോപ്റ്റഡ് എ ഡ്രമാറ്റിക് സ്ട്രക്ചർ അല്ലേ. കുറച്ച് എന്ത് ചെയ്തു? ഒരു ഡ്രമാറ്റിക് സ്ട്രക്ചർ ഇത് ഫോം ചെയ്തു, ഇൻക്ലൂഡിങ് പ്ലോട്ട് ആൻഡ് ക്യാരക്ടേഴ്സ്. അത് പ്ലോട്ടും ക്യാരക്ടേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഒരു ഡ്രമാറ്റിക് സ്ട്രക്ചർ എന്ത് ചെയ്തു? ഫോം ചെയ്തിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. ദെൻ വാട്ട് ഇസ് മീനിങ് കോമഡി? Evolved from phallic songs. Important ആണ്. Tragedy evolved from which one? Dithyrambic poetry and comedy evolved from phallic songs എന്നാണ് ഈ കോമഡി evolve ചെയ്ത് വരുന്നത് കേട്ടോ. അത് മറന്നു പോകരുത് കേട്ടോ. Evolved from the phallic songs which were improvisational performance with humor and revelry. ഈ phallic songs എന്ന് പറയുന്നത് another type of poetry,
ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പെർഫോമൻസ് ഓഫ് വിത്ത് ഹ്യൂമർ ആൻഡ് റിവാൽറി. ഇപ്പോൾ ഹ്യൂമറായിട്ടും അങ്ങനെ സംഭവം എന്ത് ചെയ്ത് അവരിവിടെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ കോമഡി ലൈക്ക് ട്രാജഡി ബിഗാൻ ആസ് അൺസ്ട്രക്ചർഡ് ബിറ്റ് ബിക്കം മോർ ഫോമൽ ഓവർ ടൈം. ട്രാജഡിയെ പോലെ തന്നെയായിരുന്നു കോമഡിയും, അൺസ്ട്രക്ചർഡ് ആയിരുന്നു. ആഫ്റ്റർ സം ടൈം ഇറ്റ് വിൽ ബി structured. Then from improvisation to formalization, both genres started as spontaneous art forms, improvisational performance. അല്ലേ, കുറച്ചും കൂടി ഓരോ സമയം കഴിയുന്നതോറും they should improvise their structure. അങ്ങനെ അവസാനം എന്ത് ചെയ്തു, and were refined into structured literary forms. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇവരെ ഒരു റിഫൈൻഡ് ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള ലിറ്റററി ഫോംസിലേക്കാണ് ഇവർ അവസാനം മാറുന്നതെന്നാണ് പറയുന്നത്. ദെൻ ദ റോൾ ഓഫ് കീ പോയിറ്റ്സ്. ഇനി അടുത്ത് പറയുന്നത് ഹോമറിനെ കുറിച്ച് പറയുന്നുണ്ട്, എസ്കിലസിനെ കുറിച്ച് പറയുന്നുണ്ട്, സോഫോക്ലിസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഈ 3 പേരെ കുറിച്ചിട്ട് എന്ത് റോൾ ഓഫ് കീ പോയിറ്റ്സ് എന്ന് പറഞ്ഞ് ആ ഒരു ചാപ്റ്റർ 4 പറയുന്ന അവരുടെ റോൾ പറയുന്നുണ്ട്. ഹോമർ ഈസ് സീൻ ആസ് എ പയനീർ ഓഫ് സീരിയസ് പോയട്രി. ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ പറയുന്നുണ്ട് കേട്ടോ, പയനീർ ഓഫ് സീരിയസ് പോയട്രി. ഹി കമ്പൈൻ ഡ്രമാറ്റിക് എലമെൻറ്റ്സ് വിത്ത് എക്സലൻറ്റ് ഇമിറ്റേഷൻ. ഇയാളെന്ത് ചെയ്തു, ഡ്രമാറ്റിക് എലമെൻറ്റ്സും എക്സലൻറ്റ് ഇമിറ്റേഷനോട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഇയാളുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ, മാർഗരറ്റ് ടെസ് ഈസ് കൺസിഡർഡ് an early example of satirical poetry influencing comedy. Why we know that Margaret Tes is an example, is a precursor of comedy. എന്തുകൊണ്ടാണ്? Because he combined dramatic elements with excellent imitation. അല്ലേ, അതിൽ ഈ ഒരു പോയിറ്റിൽ ഇയാളെ ഡ്രമാറ്റിക് എലമെൻസും കൂടി എന്തുണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുന്നത്. that's why it is called as what? Precursor to comedy. Okay, the next one, Aeschylus, known as the father of tragedy. We know that Aeschylus is known as the father of tragedy. Who are the other 2 tragedians in Greek tragedy? Aeschylus, Sophocles, Euripides. മറന്നു വരുത്. The next one, known as the father of tragedy, introduced the second actor into the tragedy. He introduced the second actor into the tragedy. Tragedy എന്ന് പറഞ്ഞാൽ ഫോമിലേക്ക് സെക്കൻഡ് ആക്ടർ. ഫസ്റ്റ് വൺ when it is Dithyram's, number of actors is 1 അല്ലേ. ഡിത്രാംസിൻ്റെ സമയത്ത് ഒറ്റ ആക്ടർ ഉണ്ടായിരുന്നു ആ ഒരു ഫോമിൽ. ദെൻ when it comes to tragedy, the second actor is introduced by whom? Aeschylus ആണ് സെക്കൻഡ് ആക്ടർ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മൂവിങ് ദ ഫോക്കസ് അവേ ഫ്രം ദി കോറസ് നിന്ന് മാറിയിട്ട് സെക്കൻഡ് ആക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? Aeschylus ആണ്. ഡയലോഗ്സ് ബിക്കെയിം മോർ പെർമനൻറ്റ് ലൈക്ക് ദ ഫൗണ്ടേഷൻ ഓഫ് ഡ്രമാറ്റിക് സ്റ്റോറി ടെല്ലിംഗ്. ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ആ ഒരു രീതി മാറിയിട്ട് ഡയലോഗ്സ് കൊണ്ടുവന്ന ആരാണ്? ഓൾസോ Aeschylus ആണ്. Then Sophocles further refined tragedy, and Sophocles also, we know that he's a tragedian, and he refined tragedy like what? Introduced the third actor, making the plot and characters more dynamic. അല്ലേ, തേർഡ് ആക്ടർ ഇൻട്രൊഡ്യൂസ് ആരാണ്? ഹൂ? സോഫോക്ലിസ് ആണ്. നിങ്ങൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ ക്ലാസ് കേട്ടിട്ട് എൻ്റെ ഈ സ്ലൈഡ് കണ്ട് നോട്ട് ഉണ്ടാക്കണേ, ഒരിക്കലും എൻ്റെ നോട്ട് പ്രതീക്ഷിച്ചിരിക്കരുത്. ഇത് എൻ്റെ നോട്ടിൽ ഒരു വാസ്റ്റ് നോട്ടേ കയറും, ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കരുത്. അതുകൊണ്ടൊരു കാര്യമില്ല. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ക്ലാസ് കാണാൻ ഒരു ഐഡിയ മനസ്സിലാക്കിയെടുക്കുക, നോട്ട്സ് ചെയ്താൽ, അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമുള്ളൂ. ഓക്കെ, സോ ഇൻട്രൊഡ്യൂസ്ഡ് തേർഡ് ആക്ടർ, മേക്കിംഗ് ദ പ്ലോട്ട്സ് ആൻഡ് ക്യാരക്ടേഴ്സ് മോർ ഡൈനാമിക്. കുറച്ചും കൂടി തേർഡ് ആക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഉഷാറായി. ദെൻ ലാസ്റ്റ് വൺ, ആഡ് സീൻ പെയിൻറ്റിങ്, ആഡ് സീനറി ആൻഡ് പെയിൻറ്റിങ് ഓൾസോ. ഇൻ വിച്ച് വൺ? സീനറിയും പെയിൻറ്റിങ്ങും ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? സോഫോക്ലിസ് ആണ് കേട്ടോ, മറന്നുപോയി. എൻഹാൻസ് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ്. ദെൻ ദ ട്രാൻസിഷൻ ഫ്രം ഏർലി ഫോംസ് ഓഫ് ടു ട്രാജഡി. ഏർലി ട്രാജഡിയിൽ നിന്നും ആ ഒരു ട്രാൻസിഷൻ വരുന്നത് എങ്ങനെയാണെന്നുള്ള അടുത്തൊരു പോയിന്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനീഷ്യലി അൺസ്ട്രക്ചേർഡ് നമുക്കറിയാം. ഏർലി പ്ലേസ് യൂസ് സറ്റാരിക് ഫോം ആൻഡ് ട്രൊക്കേക്ക് ടെട്രാമീറ്റർ. അവർ ഉപയോഗിച്ചിരുന്ന മീറ്റർ ഓർത്ത് വെക്കണേ. ദേ ഇൻ ഇനീഷ്യൽ ഫോം ഓർ ഇൻ ദ ഏർലി ട്രാജഡി ദേ യൂസ്ഡ് ട്രൊക്കേക്ക് ടെട്രാമീറ്റർ എന്ന് പറയുന്ന ഫോം ആരും യൂസ് ചെയ്യുന്നത്? ഏർലി ട്രാജഡിയൻസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ട്രൊക്കേക്ക് ടെട്രാമീറ്റർ ഓർ ഇൻ സറ്റാരിക് ഫോം വിച്ച് ഹാഡ് എ റിതമെറ്റിക് സോങ് ലൈക്ക് ക്വാളിറ്റി. ഒരു സോങ് ലൈക്ക് ക്വാളിറ്റി ആയിരുന്നു ആ സമയത്തൊക്കെ, ഒരു സോങ് പോലെയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ബിക്കോസ് വി നോ ദാറ്റ് ഡിത്രാമിക് പോയട്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാലിക് സോങ് ആയിരുന്നു, ഇറ്റ് വാസ് ആസ് എ ടൈപ്പ് ഓഫ് സോങ് അല്ലേ, ഒരു സോങ് പോലെ അല്ലെങ്കിൽ പോയം പോലെ പാടാൻ പറ്റുന്ന സംഭവം എന്ത്? ഫാലിക് സോങ് ആയിക്കോട്ടെ, ഡിത്രാമിക് പോയട്രി ഒക്കെ ആയിക്കോട്ടെ ആ സമയത്ത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ട്രാജഡി, വെൻ ഇറ്റ് കംസ് ടു കോമഡി, നമ്മൾ എന്ത് ചെയ്യണം? ട്രാജഡിയും കോമഡിയിൽ നമ്മൾ പാട്ട് പാടാൻ പറ്റും. നോ. So they used, over time, they used iambic meter became the standard for dialogue because it mirrors the triumph of natural speech. Iambic meter use ചെയ്തു തുടങ്ങി because it what relates to human speech. Example, iambic meter feels like everyday conversation, making it real ideal for drama. ആ ഡ്രാമ കുറച്ചും കൂടി നല്ല ഇതായിരുന്നു, iambic meter ആയിരുന്നു. So they changed trochaic hexameter, trochaic tetrameter into what? Iambic meter. Important ഓർത്ത് വെക്കേണ്ട പറഞ്ഞു വരുന്നത്.
Then structure of tragedy. As tragedy evolved, it adopted complex plots or sophisticated dialogues. Stories became more intricate with twists and character developments. അപ്പോൾ ഇത് പറയുന്നുണ്ട് കോംപ്ലക്സ് പ്ലോട്ടുകൾ എന്ത് ചെയ്തു ശേഷം വന്നിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോൾ. ദെൻ സോഫിസ്റ്റിക്കേറ്റഡ് ഡയലോഗ്സ് ഓൾസോ comes. Moving away from song-like rhythms, tragedy embraced a style of closer to ordinary speech. Then the transition from early forms to tragedy. Next one, we are going to what? Tragedy like നമ്മൾ പോകുന്നത്. In its early stages, tragedy was less structured and took more primitive form. ഇത് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫോമിലായിരുന്നു പണ്ട് കാലത്ത് എന്ത് ട്രാജഡി നമ്മൾ സ്ട്രക്ചർ ഉണ്ടായിരുന്നത്. It used a satiric form. This form was originally a part of choral performance and it was more like a song or canon. നമുക്കറിയാം ഡിത്രാംസ് ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്ന ഏർലി ഫോം ഓഫ് ട്രാജഡി അല്ലേ. സോ when it develops it developed as a tragedy. It also used a trochaic tetrameter, a type of meter where each line has 4 feet. നമ്മൾ ഓടി പറഞ്ഞു കേട്ടോ. അതിനും യൂസ് ചെയ്ത മീറ്റർ എന്തായിരുന്നു ട്രൊക്കൈക് ടെട്രാമീറ്റർ ആയിരുന്നു അവിടെ യൂസ് ചെയ്യുന്നത്. Then this meter gave a march-like rhythmic quality. ഒരു മാർച്ച് പോലെ നമ്മൾ ഇപ്പം എന്താണ് ലെഫ്റ്റ് റൈറ്റ് ആ സംഭവം ഉണ്ടല്ലോ, ആ ഒരു റിതമാറ്റിക് ക്വാളിറ്റി ഇങ്ങനെ പോകുന്ന സമയത്തുണ്ട് ആ സമയത്തുണ്ടായിരുന്ന നമ്മുടെ ഡിത്രാമിക് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു സിസ്റ്റം. ബട്ട് മേക്കിംഗ് ഇറ്റ് മോർ സ്യൂട്ടബിൾ ഫോർ സോങ്സ് ആൻഡ് കോറൽ പെർഫോമൻസ് റാദർ ദാൻ ഡ്രമാറ്റിക് ഡയലോഗ്സ്. പക്ഷേ ഇതെന്തല്ലായിരുന്നു ഡ്രമാറ്റിക് പെർഫോമൻസിന് സ്യൂട്ടബിൾ അല്ലായിരുന്നു ഈ സാധനങ്ങളൊന്നും. സോ ദേ ചേഞ്ച്ഡ് ഇൻ ടു വാട്ട്? Iambic meter. Iambic meter gradually replaces the trochaic meter. The iambic meter follows a pattern of unstressed syllable followed by stressed syllable. നമുക്കറിയാം അവിടെ നമുക്ക് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ സോങ്ങിൻ്റെ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മീറ്റേഴ്സും ഫോമുകളൊക്കെ ഓർത്ത് നോക്കാം. This meter closely mimics the natural rhythm of speech, making it more appropriate for dialogue. ഈ iambic meter എന്ന് ബന്ധമായിട്ട് കുറച്ചും കൂടി നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഈ നാച്ചുറൽ സ്പീച്ചുമായി ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മീറ്ററാണ് ഇവരുടെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. As tragedy evolved, iambic meter became the standard because it allowed for more natural and fluid conversation between characters. അപ്പോൾ ഇത്രയാണ് ചാപ്റ്റർ നമ്പർ 4 നമ്മൾ നോക്കാനുള്ളത്. ക്ലിയർ അല്ലേ? ഡൗട്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.